പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. യേശുവിനെ കാണേണ്ടതിന് അവൻ മുന്നോട്ടോടി ഒരു കാട്ടാത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. പ്രിയരെ, സക്കായി യേശുവിനെ കാണണമെന്ന് തീരുമാനിച്ചു. അവൻ തടസ്സങ്ങൾ നോക്കിയില്ല, ജനക്കൂട്ടത്തെ കാര്യമാക്കിയില്ല, തന്റെ കുറവുകൾ അവൻ ഓർത്തില്ല. അവനൊരു ദാഹത്തോടെ മുന്നോട്ടോടി. യേശുവിനെ കാണേണ്ടതിന് ഹൃദയം കത്തുന്ന ആഗ്രഹത്തോടെ ഒരു ചുവട് അവൻ മുന്നോട്ട് വെച്ചു. അതായിരുന്നു സക്കായിയുടെ ജീവിതത്തെ മാറ്റിയ ആ നിമിഷം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോടുള്ള ദൈവാത്മാവിന്റെ ആലോചനയും ഇതുതന്നെയാണ്. നാം പൂർണ്ണ മനസ്സോടെ കർത്താവിനെ കാണുവാൻ ഒരു ചുവട് വയ്ക്കുന്ന നിമിഷം നമ്മുടെ ജീവിതങ്ങളെയും കർത്താവ് മാറ്റിമറിക്കുവാൻ ഇടയായിട്ട് തീരും. വചനധ്യാനത്തിലേക്ക് ഒരു ചുവട്, പ്രാർത്ഥനയിലേക്ക് ഒരു ചുവട്, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു ചുവട്, അനുസരണത്തിലേക്ക് ഒരു ചുവട് നാം ഓടിയെത്തുമ്പോൾ യേശു നമ്മളെ കണ്ട് നിൽക്കുവാൻ ഇടയായിട്ട് തീരും. സക്കായിയോട് ഇടപെട്ട അതേ കർത്താവ് നമ്മളോടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടും ഇടപെടുവാൻ ഇടയായിട്ട് തീരും. അവൻ നമ്മളെ പേരെടുത്ത് വിളിക്കും, നമ്മോടുകൂടെ ഭവനത്തിൽ പ്രവേശിക്കും. നാം ഇന്ന് കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾക്ക് യേശു വലിയ മാറ്റത്തിന്റെ, നന്മയുടെ തുടക്കങ്ങൾ നൽകി തരുവാൻ ഇടയായിട്ട് തീരും. ഇരുട്ടായ വഴികളിൽ പ്രത്യാശയുടെ വെളിച്ചം അവൻ തെളിയിക്കും. ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നോട്ടുള്ള ചൂടുകൾ അനുഗ്രഹത്തിന്റെ പുതിയ തുടക്കങ്ങളുടെ ചൂടുകളാക്കി കർത്താവ് മാറ്റട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.